ബ്രിട്ടനിൽ വലിയ ഡെവലപ്മെൻ്റാണ് സംഭവിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന ജനഹിത, അതായത് ഒരു സർവേയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ റിഫോംസ് പാർട്ടി, അദ്ദേഹം നിങ്ങൾക്കറിയാം നിഗൽ ഫ്രായ്, അയാൾ നേരത്തെ ഇൻഡിപെൻഡൻറ്റ് MP ആയിരുന്നു. പിന്നീട് അദ്ദേഹം റിഫോംസ് പാർട്ടി ഉണ്ടായി. ഈ പറയുന്ന നമ്മുടെ ഇലോൺ മസ്ക് അദ്ദേഹത്തിന് പണം കൊടുത്ത് സഹായിച്ചു, വിസിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി, ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി. പിന്നീട് എലോൺ മസ്കും അതിൽ നിന്ന് മാറിയിട്ട് മറ്റേ ടോമി റോബിൻസിനെയാണ് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അടുത്ത സമയത്തുണ്ടായ സർവേയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, റിഫോംസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി 1% മാത്രം പിറകിലാണ് ഈ പറയുന്ന കീത്ത് സ്റ്റാമറിൻ്റെ ലേബർ പാർട്ടിയുടെ പിറകിൽ. അതായത് ലേബർ പാർട്ടിയുടെ പൂർണ്ണമായിട്ട് ഇമേജ് താഴെ പോയി. നിങ്ങൾക്കറിയാം അടുത്ത സമയത്ത് അവരുടെ ട്രഷറിയുടെ ഏറ്റവും ജൂനിയർ മന്ത്രി, അതായത് ബംഗ്ലാദേശി ഓറിജിൻ ഷെയ്ഖ് ഹസീനയുടെ ബന്ധു നീസാണ്, അവർ റിസൈൻ ചെയ്തു. അതൊരു സെറ്റ് ബാക്കാണ്. പല സെറ്റ് ബാക്കും ഈ മന്ത്രിസഭ ഈ സ്റ്റാമർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കണക്കുകൂട്ടലും അവിടുത്തെ പത്രങ്ങളൊക്കെ പറയുന്ന സംഭവം, ഇപ്പം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി വന്ന ശേഷം, ഇത്രയും ഭൂരിപക്ഷത്തിൽ വന്ന ശേഷം ഇത്രയും പിറകിലോട്ട് പോകുന്നത്. അതായത് വല്ലാത്ത രീതിയിലോട്ടാണ് പിറകിലോട്ട് പോകുന്നത്. ഇനി ഈ സർവേയുടെ റിപ്പോർട്ടുകളൊക്കെ ഓരോന്ന് പുറത്തു വരികയാണ്. അതിൻ്റെ അകത്ത് അവിടെ സ്ഥിരതാമസമാക്കിയ മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് എലീറ്റ്, അവിടെ ജോബും ബിസിനസ്സും ഒക്കെ ഉള്ള കമ്മ്യൂണിറ്റി, അവർക്ക് താല്പര്യം ഈ പറയുന്ന റിഫോംസ് പാർട്ടി അധികാരത്തിൽ വരണമെന്നാണ്. അവർ പറയുന്നത് റിഫോംസ് പാർട്ടി ആൻറ്റി മുസ്ലിമാണ്, എന്നിട്ടും അവർ പറയുന്നത് റിഫോംസ് പാർട്ടി അധികാരത്തിൽ വരട്ടെ. ഇതേപോലെയായിരുന്നു അമേരിക്കൻ ഇലക്ഷനിൽ ഉണ്ടായത്. എന്താണ് ട്രംപ് പറഞ്ഞത്? അവിടെ വരുന്ന നിയമവിരുദ്ധരായിട്ടുള്ള, അവിടെ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിന് ഏറ്റവും കൂടുതൽ സ്പാനിഷാണ്, അവരെ പുറത്താക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ സ്പാനിഷ് വോട്ട് ചെയ്ത് ട്രംപിന്. പിന്നീട് ഓരോന്നായിട്ട് തെളിഞ്ഞു. അപ്പോൾ എന്തിനാ സ്പാനിഷ് വോട്ട് ചെയ്ത് ഇത്രയും ട്രംപിന്? അവിടെ വന്ന് താമസിക്കുന്ന ഈ സ്പാനിഷിന് അറിയാം, ഈ ട്രംപ് വന്നാൽ മാത്രമേ ആ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം അവർക്കും താല്പര്യമില്ല ഇല്ലീഗൽ ഇമിഗ്രൻസ് സ്പാനിഷുകാരവിടെ താമസിക്കാൻ. കാരണം ആ രാജ്യം സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ട് മുന്നോട്ട് പോകാൻ പാടാണ്. ഇതേ സംഭവമാണ് UK മുസ്ലിംസ്. അവിടെ സ്ഥിരതാമസ സിറ്റിസൺഷിപ്പ് പറയുന്നത് ഈ പറയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസും അതേപോലെ പാകിസ്ഥാനിൽ നിന്ന് വന്നവരും ഇസ്ലാമിക രാജ്യങ്ങളിൽ വന്നവരെ പുറത്താക്കാൻ സെയിം കയറി അടിച്ചു. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. എന്തിനാണ് അവർ പറയുന്നത്? കാരണം അവരും പറയുന്നത് ബ്രിട്ടൻ UK എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ, അതായത് എല്ലാ രീതിയിൽ ലോ ആൻഡ് ഓർഡർ ആണെങ്കിലും അതിൻ്റെ ഒരു കരിഷ്മം അത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ടാണ്. അവിടെ സ്ഥിരതാമസമാക്കി മുസ്ലിങ്ങളാണിത് പറയുന്നത്. അതുകൊണ്ട് അവന്മാരെ പുറത്താക്കുക. അതുകൊണ്ട് റിഫോംസ് പാർട്ടി വരട്ടെ. കൺസർവേറ്റീവ് പാർട്ടിക്ക് അതിന് കഴിവില്ല, ലേബർ പാർട്ടിക്ക് കഴിവില്ല. കാരണം അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം MP-മാരാണ്. അതുകൊണ്ട് അവിടെയുള്ള എലീറ്റ് ക്ലാസ്സും മിഡിൽ ക്ലാസ്സുമായിട്ടുള്ള ബ്രിട്ടീഷ് മുസ്ലിങ്ങൾ, അതായത് ഈ പറയുന്ന അറേബ്യ, ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നവരാണ്. അവർക്കും താല്പര്യം ഈ പറയുന്ന ആൻറ്റി മുസ്ലിം, അതായത് ട്രംപിനെ അറിയപ്പെടുന്ന ആൻറ്റി മുസ്ലിം എന്നാണ്. ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള റിഫോംസ് പാർട്ടി ടോമി റോബിൻസണും വരട്ടെ. ഈ രീതിയിലോട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. കാരണം അവർക്കറിയാം അവർക്ക് ആ രാജ്യത്ത് ജീവിച്ചേ മതിയാവത്തുള്ളൂ. അവരാ രാജ്യത്തിൻ്റെ ഭാഗമാണ്. കാരണം അവരുടെ ലൈഫിലോട്ട് ഇവർ ത്രട്ടായിട്ട് വരികയാണ്. അതുകൊണ്ട് ഇവരെ പുറത്താക്കുക. അതായത് മുഴുവനും മാറി മറിയുകയാണ്. അപ്പോഴതിനേക്കാളും വലിയ രസം നമ്മൾ ഈ കേട്ടുകയാണെങ്കിൽ 3-4 ലോക രാജ്യങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യ ഒരു 3-4 ലോക രാജ്യം തന്നെയാണ്, ഡെവലപ്പ് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും എത്രമാത്രം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും 3-4 രാജ്യങ്ങളിലെ പല റോഡുകൾ ഇപ്പോഴാണ് മാറ്റം വരുന്ന ആൾക്കാർ. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ റോഡുകളിലെ സ്ഥിതി മാറ്റം വരുന്നത്. അതായത് ബ്രിട്ടനിലുള്ള ലോക്കൽ റോഡുകൾ മുഴുവനും കുഴിയെ, അവിടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, വണ്ടികൾ കേടുപാടാകുന്നു, വല്ലാത്ത പ്രശ്നം. അതായത് 3-4 ലോക രാജ്യത്തെക്കാളും മോശമായ റോഡുകളുള്ള രാജ്യമായി ഇന്ന് UK മാറി. ഇത് ഞാൻ പറഞ്ഞാൽ അവിടുത്തെ ടെലഗ്രാഫ് പത്രം, അവരാണ് ക്യാമ്പയിൻ തുടങ്ങിയേക്കുന്നത്. അതായത് ഇവിടുത്തെ പത്രങ്ങൾ ക്യാമ്പയിൻ ചെയ്യും, റോഡ് മുഴുവനും കുഴി റോഡുകൾ. അതേപോലെ അവിടുത്തെ ടെലഗ്രാഫ്, അവിടുത്തെ ഏറ്റവും വലിയ പത്രമാണ് ഇത് ക്യാമ്പയിൻ ചെയ്യുന്നത്.
റോഡ് മുഴുവനും കുഴി അടയ്ക്കണം. അതായത് ആ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് ഡീറല്ല. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് റോഡുകൾ. ആ റോഡ് മുഴുവനും കുഴിയായിട്ട് അവിടുത്തെ ഒരു പത്രം ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പോക്കെങ്ങോട്ടാണ്. ഈ അടുത്ത സംഭവം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ടെലിഫോൺ, അതായത് മൊബൈൽ ഫോൺ, പല ഭാഗങ്ങളും ഇതിൻ്റെ പ്രോപ്പറായിട്ട് നെറ്റ്വർക്ക് ഇല്ല. അതായത് ഒരു രാജ്യത്തിന് ചില ഭരണാധികാരികൾ വന്നും ആ രാജ്യത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭരണാധികാരികൾ വന്നുമ്പോൾ അതിനെ കോളവാക്കും. അതാണ് ഈ ഓരോന്നും കാണുന്നത്. റോഡുകളും മുഴുവനും കുഴി, അവിടുത്തെ ടെലിഫോൺ പ്രോപ്പറായിട്ട് മൊബൈൽ കണക്ടിവിറ്റി ഇല്ല, പലയിടത്തും കണക്ഷൻ കിട്ടുന്നില്ല, പലയിടത്തും കോൾ ഡ്രോപ്സ് ആകുന്നു, അതായത് നല്ല ഭരണാധികാരികൾ ഇല്ലാതാകുന്നു. ഇതിൻ്റെ ലക്ഷണമാണ് ഓരോന്നും കാണുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് അവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി തീരുമാനിക്കുന്നത് ഈ റിഫോംസ് പാർട്ടി കയറി വരട്ടെ, സ്ട്രെങ്തൻ ചെയ്യട്ടെ ആ രാജ്യം. ഈ പറയുന്ന ലേബർ പാർട്ടിയും ഈ കൺസർവേറ്റീവ് പാർട്ടിയെ കൊണ്ടും പറ്റത്തില്ല. കാരണം ഹാർഡ് കോർ ആയിട്ടുള്ള ആൻറ്റി മുസ്ലിം അല്ല ബ്രിട്ടൻ സ്ട്രോങ് ബാക്ക് അഗെയിൻ എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോൾ അതിനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം നോർമൽ കേസാണ്. അല്ലെങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോകത്തില്ലെന്നറിയാം. കാരണം ഈ ഗ്രൂമിങ് ഗ്യാങ് ആണെങ്കിലും അവിടുത്തെ ക്രൈം ആണെങ്കിലും അതേപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഭയങ്കര രൂക്ഷമാണ്. അത് സാധാരണക്കാരനും മിഡിൽ ക്ലാസ്സിനും താമസിക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ടാക്സും കയറി അങ്ങ് വരികയാണ്. ആ രാജ്യത്തെ അങ്ങ് നശിപ്പിക്കുന്ന കോടാലിയാക്കി അങ്ങ് മാറ്റി. നിങ്ങൾ ഓർമ്മയിരിക്കണം എന്താണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എലക്ട് പറഞ്ഞ സംഭവം. അതായത് ഈ രാജ്യം ചിലപ്പോൾ ആദ്യമായിട്ടൊരു ഇസ്ലാമിക രാജ്യത്തിന് ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടുന്ന രാജ്യമാണ്. കാരണം ഇസ്ലാമിലെ ആൾക്കാർ വളരെയധികം കൂടി, അവർ കൂടുന്നതിൻ്റെ അല്ല പ്രശ്നം. ഇതിൻ്റെ അവർ ഇസ്ലാമിക് തോട്ട്സിലോട്ട് പോകും, മത തീവ്രത കയറി വരും, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നശിപ്പിക്കും. ഇത് നമ്മൾ ലോകത്തെല്ലായിടത്തും കണ്ടതാണ്. അതിപ്പം UK നടക്കുകയാണ്. അതിനെതിരെ ഇപ്പം ശക്തമായ നടപടിയെടുക്കുന്ന ആരാ? അപ്പം ഈ റിഫോംസ് പാർട്ടിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആരാ? അവിടെ നേരത്തെ താമസിക്കുന്ന മുസ്ലിം. അതാണ് മാറ്റം. അതാണ് നേരത്തെ സ്പാനിഷ് എങ്ങനെയാണ് ട്രംപിനെ പിന്തുണച്ചോ അതേപോലെ UK മുസ്ലിം കമ്മ്യൂണിറ്റി ബ്രിട്ടീഷേഴ്സ് അവരിപ്പോൾ അവിടെയുള്ള മുസ്ലിംസിനെ ആട്ടി ഓടിക്കാൻ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും വരെ പുറത്താക്കണം, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാം മാറി മാറി പറയുകയാണ്. അതാണ് ലോകത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സുഖമെന്ന് പറയുന്നത്. അത് ഈ പറയുന്ന സുഡാപ്പികൾക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം അവരിത് അറിയത്തില്ല, ബോധം വേണ്ടായി. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഈ റെഗുലറായിട്ട് ബ്രിട്ടൻ്റെ കാരണം ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ചിലപ്പോൾ ഇലക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ പൊളിറ്റിക്സ് മാറി അങ്ങ് മറിയുകയാണ്. വല്ലാത്ത രീതിയിൽ അക്രിമോണിയസ് ആയിട്ടുള്ള രീതിയിൽ ടർമോയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബ്രിട്ടനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും.